നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ്. പ്രശ്നം എന്ന് ഞാൻ പറയണില്ല, ഒരു ഇഷ്യൂ ആണ്. നാം ഞാനൊരു സത്യക്രിസ്ത്യാനിയായ മനുഷ്യനാണ്. കേരളത്തിൽ നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു ആൾ തന്നെയാണ് ഞാൻ. പള്ളിയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ച് അൾത്താരപാലനായും പിന്നീട് കപ്പ്യാരോടൊപ്പവും ഒക്കെ അങ്ങനെ ഒത്തിരിയേറെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയണതാണ്. ദയവായി ഭക്തിരോഗികളും അല്ലെങ്കിൽ പ്രമാണിമാർ ഇങ്ങനെയൊക്കെയുള്ളവർ എന്നോട് ക്ഷമിക്കുക. അടിമകൾ, മത അടിമകളൊക്കെ എന്നോട് ക്ഷമിക്കുക. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ മതത്തിൽ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ നടക്കുന്ന ചില പോരായ്മകളെക്കുറിച്ച് തന്നെയാണ്. ഞാനിവിടെ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ നോർത്ത് സൈഡിൽ ഒരു പള്ളിയിൽ ഇന്നലെ പെരുന്നാളിന് പോയി. ആ പള്ളിയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും ദൈവവിശ്വാസത്തിന് എനിക്ക് കുറവില്ല, പക്ഷേ മതപരമായ ചില പ്രക്രിയകളോട്, തോന്നിവാസങ്ങളോട് എനിക്ക് വളരെ അധികം വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് അത് മറ്റാരുടെയെങ്കിലും അടുത്ത് എന്ന് പറഞ്ഞാൽ തലക്കെട്ട് അടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ മുഖപുസ്തകത്തിലൂടെ ഇത് വിളമ്പണത്. ക്ഷമിക്കുക. ഇന്നലെ അവിടെ തകൃതിയായ രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളും നടക്കുന്നു. കപ്പ ബിരിയാണി $15, ചിക്കൻ ബിരിയാണി $15, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നല്ലതാണ് പള്ളിക്ക് വരുമാനം ഉണ്ടാക്കാനും പെരുക്കാനും. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മളെന്താണ് പഠിപ്പിക്കുന്നത്? ഇന്നലെ ഞാൻ അവിടെയുള്ള ചില പ്രമാണിമാരായ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ചിലരുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് ചുമ്മാ രഹസ്യമായിട്ട് പറഞ്ഞു, അതേ കച്ചവടം പല സൈസ് സ്റ്റാളുകളെല്ലാം പള്ളിക്ക് വേണ്ടിയുള്ളത് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ആ കൂടത്തിൽ ആ കുർബാനയിൽ എതിഞ്ഞും കൂടെ നടത്തിയത് കണ്ണിൽ പൊടിയിടാൻ പറ്റി കേട്ടോ, അടിപൊളിയായിരുന്നു. അവർ ഇങ്ങനെ പൊത്തി പിടിച്ചിരിച്ചിട്ട് 5-6 പേരെന്നോട് പറഞ്ഞതാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അതായത് നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ഇതിനോടൊക്കെ വിയോജിപ്പുണ്ട്. അത് ഞാൻ കണ്ടു. ഇന്നലെ ഒരു 10, 40, 50 ആൾക്കാർ അവിടെ നിന്ന് പട്ടിപ്പണിയെടുക്കുകയാണ് പള്ളിക്ക് വേണ്ടി. നല്ലതാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടി നമ്മളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം നമ്മൾ എന്ത് സന്ദേശമാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തതെന്ന് ചിന്തിക്കണം. പണ്ട് ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്നവരെ ചാട്ടവാറിനെടുത്ത് അടിച്ചോടിച്ച എൻ്റെ അറിവിൽ തമ്പുരാൻ മിശിഹ ഒരൊറ്റ പ്രാവശ്യമേ ചാട്ടവാർ എടുക്കുകയോ അല്ലെ ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുള്ളൂ. അതന്നാണ്. അത് തന്നെയല്ലേ ഇന്നലെ അവിടെ നടന്നത്. ഇതിനെതിരെ പ്രതിഷേധമുള്ള പലരും വരാതിരിക്കും, മിണ്ടാണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ പൂർണ്ണമായും കച്ചവട താല്പര്യങ്ങൾ മാത്രമായി ഒരു വിശ്വാസ സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ അടിമകളായിപ്പോയി. മതത്തിൻ്റെയും അല്ലെങ്കിൽ പാർട്ടികളുടെയും ഒക്കെ അടിമകളായിപ്പോയി. അണികളും വിശ്വാസികളും ഒക്കെ ആയിപ്പോയി, ആരാധകരുമൊക്കെ ആയിപ്പോയി നമ്മളുടെ തലമുറ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളെയെങ്കിലും അങ്ങനെ ആക്കാണ്ടിരിക്കാൻ ശ്രമിച്ചുകൂടെ? വളരെ വളരെ മോശമാണ് ഇന്നലെ പള്ളിയിൽ നടന്നത് എന്ന് ചങ്കുറപ്പോടുകൂടി ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം ഇതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ, പോരായ്മകളൊക്കെ വരുമെന്ന്. പക്ഷേ തെറ്റാണ് സംഭവിച്ചത്. തെറ്റ് തന്നെയാണ് നടന്നത്. അതിന് കൂടെ നിന്നവരും എല്ലാം ഇന്നലെ മുറുകെ പിടിച്ചത് വിശ്വാസത്തെയല്ല, വിശ്വാസ ജീവിതത്തെയല്ല, അതല്ല കുട്ടികൾക്ക് പകർന്നു കൊടുത്തത്. മറിച്ച് ഇന്നലെ അവർ പകർന്നു കൊടുത്തത് കച്ചവടത്തിൻ്റെ, അതായത് നമ്മളെ ചൂഷണം ചെയ്ത് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പണം ഉണ്ടാക്കുന്നു, അതിന് നമ്മളെങ്ങനെ അടിമകളായി നമ്മുടെ അടിമത്തം അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. തെറ്റായ കാര്യങ്ങളാണ് നടന്നത്. ഇതാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് നിരുപാധികം ക്ഷമ ചോദിക്കുന്നില്ല. കാരണം ഭക്തിരോഗികളായ പള്ളിപ്രമാണിമാരായ അടിമകളായ പ്രമാണിമാരോട് യാതൊരു വിധത്തിലും ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഇതിൻ്റെ പേരിൽ എന്ത് പഴി കേൾക്കാനും. പണ്ട് ആരോ ഒരാൾ പള്ളിമുറ്റത്ത് ഒരു തെങ്ങ് വളഞ്ഞു നടന്നപ്പം അവൻ ദൈവനിഷേധം പറഞ്ഞു പള്ളിയുടെ എന്ന് പറഞ്ഞ ആ ഒരു പുരാതന കാലത്തേക്ക് തിരിച്ചു പോകരുത്. പുരോഗമനത്തിൻ്റെ തിരിച്ചറിവിൻ്റെ കാലത്തിലേക്ക് പോകുന്ന നമ്മുടെ മക്കളെ ഇതുപോലെ തോന്നിയാസം കാണിക്കാനായിട്ട് പഠിപ്പിക്കരുത്. സമൂഹം വേണം, കമ്മ്യൂണിറ്റി വേണം, സ്നേഹബന്ധങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷേ ഇവിടെ പണമുണ്ടാക്കുന്നത് ആര് എന്ന് മാത്രം ചിന്തിക്കുക. ആര് പണമുണ്ടാക്കുന്നു, ആ പണം എങ്ങോട്ട് പോകുന്നു? നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടു നിൽക്കരുത് ദയവായി. താങ്ക് യു സോ മച്ച്.